ഇത്തവണ ക്രിസ്മസിന് ഞാനും ഉണ്ടാക്കിയിട്ട് വൈൻ. സാധാരണ എല്ലാ വർഷവും വൈൻ എവിടെന്നെങ്കിലും ഓസാറാണ് പതിവ്. പക്ഷേ ഇത്തവണ തീരുമാനിച്ചു എന്താണെങ്കിലും വൈൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. അതുകൊണ്ട് ഒരു 6:30 ആയപ്പോഴേക്കും വർക്ക് ലോഗ് ഓഫ് ചെയ്തിട്ട് ഞാൻ വൈൻ ഉണ്ടാക്കല ഭാരതയ്ക്ക് പുറപ്പെട്ടു. ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ കുപ്പിയൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഉണക്കാൻ വെച്ചു. മുന്തിരിയൊക്കെ കുറച്ച് സമയം ഉപ്പുവെള്ളത്തിൽ വെച്ച് അത് ക്ലീൻ ചെയ്ത് ഞെട്ടിൽ നിന്ന് അടർത്തി വെള്ളം വാലാൻ വേണ്ടി വെച്ചു. 1.5 കിലോ മുന്തിരിക്ക് 1 കിലോ 100 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വീര്യം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കിഴി കെട്ടിയിടും. അതിന് ഒരു 8 ഗ്രാമ്പൂ, 2 ഇഞ്ച് നീളത്തിൽ പട്ട, പിന്നെ ഇത് കണ്ടോ താതിരിപ്പൂ എന്ന് പറയും കേട്ടോ. വൈനിന് നല്ല വീര്യം കിട്ടാൻ ഈ സംഭവം ബെസ്റ്റാണ്. ഒരു 5-6 ഇതള് താതിരിപ്പൂവും ഒരു പിടി ഗോതമ്പ് കൂടി ചേർത്ത് നമ്മളൊരു കിഴി കെട്ടി വയ്ക്കും. ഈ കിഴിയും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് വൈന് നല്ല വീര്യം കിട്ടുന്നത്. ഞാൻ വീട്ടിൽ എന്ത് സ്പെഷ്യൽ പണിക്ക് ഇറങ്ങിയാലും എൻ്റെ വാല് പോലെ വരുന്ന ആളാണ് ഇപ്പോൾ എൻ്റെ ഹെൽപ്പറായിട്ട് കൂടിയിട്ടുള്ളത്. നമ്മുടെ ഗ്രേപ്സും പഞ്ചസാരയൊക്കെ നമ്മൾ ലെയറായിട്ട് നമ്മുടെ വൈൻ കുപ്പിയിലേക്ക് പകർത്തി കൊടുത്തു കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലതുപോലെ ചതച്ചിളക്കി യോജിപ്പിക്കണമെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ വെറുതെ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ 1.5 കിലോ മുന്തിരിക്ക് ഞാൻ 2 ലിറ്റർ വെള്ളം യൂസ് ചെയ്തു. ഇത് നല്ലതുപോലെ ഇളക്കി ആദ്യം ഒരു തുണി ഇട്ടതിന് ശേഷം പിന്നീട് നമ്മുടെ മൂടി കൊണ്ട് നല്ല മുറുക്ക അടച്ചു വെച്ചു കേട്ടോ. എന്താണെങ്കിലും ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ, എന്നാൽ പിന്നെ പഴം കൂടെ വൈനിട്ടേക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നേ. പാളയംകുടം പഴമാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. 10 പാളയംകുടം പഴം എടുത്തിട്ടുണ്ടായിരുന്നു. 10 പാളയംകുടം പഴത്തിന് 1/2 കിലോ പഞ്ചസാര, 1 ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളം, പിന്നെ ഒരു കുട്ടിക്കിഴി, ഒരു 4 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, അരപ്പിടി ഗോതമ്പും, ഒരു 3-4 ഇതൾ താതിരിപ്പൂവും വെച്ചിട്ടുള്ളൊരു കിഴിയും കൂടെ കെട്ടി ഞാൻ സംഭവം സെറ്റ് ചെയ്തു. പിന്നെ ഈ റെസിപ്പീസ് ഒന്നും തന്നെ ഞാൻ യൂട്യൂബിൽ നിന്ന് അടിച്ചു മാറ്റിയതല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ നല്ല തലമൂത്ത വൈൻ ഉണ്ടാക്കൽ എക്സ്പേർട്സ് ഉണ്ട്. അവരെ വിളിച്ച് ചോദിച്ച് ഒപ്പിച്ചതാണ് ഈ 2 റെസിപ്പീസും. അപ്പം നമ്മൾ മുന്തിരി സെറ്റ് ചെയ്തതുപോലെ തന്നെ പഴം സെറ്റ് ചെയ്തു. ഒരു കുപ്പി എടുത്തു, അതിലേക്ക് പഴവും മീതെ പഞ്ചസാരയും വെള്ളവും കിഴിയിട്ടും നല്ലതുപോലെ ഇളക്കി നല്ല ടൈറ്റായിട്ട് അടച്ച് ഒരു ഇരുട്ടുള്ള സ്പേസിൽ വെച്ചു. 21 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ സംഭവം പുറത്തെടുത്തു. ഇനി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പണിയാണ്. നമുക്കിതൊരു കോട്ടൺ തുണിയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കണം. മുന്തിരിയും പഴവും ഞാൻ നല്ലതുപോലെ അരിച്ചല്ല കേട്ടോ, പിഴിഞ്ഞെടുത്തു. മാക്സിമം സത്ത് എൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് ഞാൻ പിഴിഞ്ഞെടുത്തു. ഒരു 3 ടേബിൾ സ്പൂൺ കാരമലൈസ്ഡ് ഷുഗർ മുന്തിരിയിലേക്കും ഒരു 1.5 ടേബിൾ സ്പൂൺ കാരമലൈസ്ഡ് ഷുഗർ പഴത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടോ. ഗ്രേപ്സ് വൈൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൻ്റെ കണക്ക് 42 ദിവസമാണ്. ശരിക്കും 21 ദിവസം കഴിയുമ്പോൾ ഈ മുന്തിരി എടുത്ത് അരിച്ച് ഇതിലേക്ക് കാരമലൈസ്ഡ് ഷുഗറും ചേർത്ത് വീണ്ടും 21 ദിവസം അടച്ചു വയ്ക്കാം. പഴത്തിനാണെന്നുണ്ടെങ്കിൽ 10 ദിവസം മതി. മൊത്തത്തിൽ 21 ദിവസം. 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് പഴം എടുക്കാം. അതരിച്ച് അതിലേക്ക് കാരമൽ സിറപ്പും ചേർത്ത് വീണ്ടും ഒരു 11 ദിവസം വെച്ച പഴം